ഹൈ ഗായ്സ്, ഇന്ന് ഞാനാണെങ്കിൽ ഒരു വട്ടം കളിച്ചൊരു മാച്ചായിരുന്നു ഉള്ളി ഡബിൾ ബട്ടർ ചലഞ്ച്. അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ പിന്നെ ബൊയ് അടിച്ചോ ചത്തോ എന്തായെന്നൊക്കെ നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് ഒന്നും നോക്കണ്ട, ഗെയിമിലേക്ക് കയറിയിട്ട് അത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. അപ്പത്തേ നമ്മളാണെങ്കിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ടി വി ടവറിൽ പോയി ചാടിയിട്ട് എല്ലാത്തിനും പൂഷാന്ന് പറഞ്ഞിട്ടാണ് ടി വി ടവറിൽ എടുത്ത് ഞാൻ ചാടി. എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ട് അപ്പോഴാന്ന് പറയുന്നത് മൈക്രോഫോൺ ഓണാക്കാൻ പറഞ്ഞത് പിടിച്ചു. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഹാക്കാണ് അല്ലേ, നമ്മളിത് 2x സ്പീഡിൽ ഇട്ടിരിക്കുകയാണ് നിങ്ങൾ പെട്ടെന്ന് കാണിക്കാൻ എന്തായാലും നമുക്ക്. പിന്നെ ഞാൻ ഇങ്ങനെ ഗണ്ണൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ കളി അടിയപ്പോൾ ഒരു എനിമി അങ്ങനെ പോകും. അപ്പോൾ ഒരു കുഴപ്പമില്ലെന്നും അത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ഏതൊരു പാട്ടത്തിൽ വെച്ചിട്ട് ഞാൻ അടിച്ചു. ആദ്യം ഒന്നും കൂടെ ഞാൻ മറ്റേ മറ്റൊന്നും വെച്ചിട്ടാണ് പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് കയറിയിട്ട് ഞാൻ ഇവിടെ ഈ ഗ്ലൂവാൾ പൊട്ടിക്കാൻ പാടായിരുന്നു. എന്തറിയുമോ, ഈ ഗ്ലൂവാൾ പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഗ്ലൂവാൾ വെച്ച് ആരും കയറി വരാതിരിക്കാം. പിന്നെ എൻ്റെ മേളിൽ കയറി എന്തോ ഭ്രാന്ത് കളിക്കാൻ കയറിയായിരുന്നു, അതൊന്നും മനസ്സിലായില്ല. ഞാൻ ചുമ്മാ അങ്ങനെ കയറിയൊക്കെ നോക്കിയപ്പോൾ ഒരു എനിമി ഇങ്ങനെ വരുന്ന നോക്കിയില്ല, അങ്ങനെ കുത്തി അങ്ങ് പിടിച്ചിട്ട് അപ്പം ഞാൻ ഡബിൾ മീറ്റർ വേണ്ടി അവനെ അറിയാതെ ഞാൻ അറിയാതെടുത്തു കുറേ. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ഫസ്റ്റ് നീ ഡബിൾ മീറ്റർ ചലഞ്ചെന്ന് പറഞ്ഞ് മിനി യൂസേജ് എടുത്തതിനും കുത്തിപ്പിടിച്ചാലും വെച്ചാൽ അപ്പോഴേ അതേ നമ്മൾ ആദ്യത്തെ കളി തന്നെ ചത്തനെ. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴേ കുത്തിപ്പിടിച്ചത്. അതൊക്കെ വണ്ടികൾ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ താഴോട്ട് എടുത്തത് ഞാൻ തിരിച്ചെല്ലാം അങ്ങനെ തന്നെ ഞാൻ തിരിച്ചും കയറി. എന്താ പറയുമ്പോൾ വെറുതെ പോയി ചാവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ ഡിഫീറ്റ് ആയോ ഇതോ ജയിച്ചു നിന്ന് കമൻറ്റ് ലാസ്റ്റ് ഫുള്ളായിട്ട് അടിച്ചു നോക്കാം. നമുക്ക് നമ്മളപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങോട്ട് ഓടി 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 ഭ്രാന്താന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി ഓടി കളിച്ചോണ്ടിരുന്നത്. നമ്മൾ ടി വി ടവറിൻ്റെ മേളിൽ പിന്നെ ഇറങ്ങിയില്ല ഇതുവരെ. പിന്നെ ഞാനിവിടെ കുത്തിയിരുന്ന് എൻ്റെ ആമോ മൊത്തം തീരായി. അപ്പം എൻ്റെ 1000 പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ആമോ എല്ലാം പോയി വാങ്ങിക്കുന്നു. എനിക്കെന്താണെന്ന് അറിയത്തില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ട്രോഗണൊക്കെ എടുത്ത് ഞാനാണെങ്കിൽ വെൻഡിങ് മെഷീൻ്റെ അടുത്തോടെ ഇങ്ങനെ ഓടി ഓടി അങ്ങനെ തപ്പി ഇങ്ങനെ നടന്നിട്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്തു, ഞാൻ പിന്നെ ഇങ്ങനെ വെടിയേക്കുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ ഡബിൾ ഓട്ടം തപ്പി നടന്നതാണ്. പിന്നെ ഞാനാണെങ്കിൽ ഒന്ന് ടോക്കൺ എടുത്ത് എൻ്റെ പൊട്ടന്മാരെ അവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഞാൻ തിരിച്ച് അകത്തോട്ട് ഓടിപ്പോയി. പിന്നെ ഞാൻ അകത്തുനിന്ന് കില്ലും കിട്ടുമെന്ന് പറഞ്ഞാൽ അകത്തോട്ട് ഓടി. അപ്പോൾ ആരും കുണ്ടിക്കുന്നുണ്ട് പൂഷാൻ നോക്കി. അങ്ങനെ ഒരുപാട് 2 വട്ടം ഇട്ടപ്പോൾ അവിടെ സേഫായിട്ട് നമ്മളാണെങ്കിൽ കുറച്ച് അടയൊക്കെ കുറേ മതി ഞാൻ കുറച്ച് നീക്കി കാണിക്കാം. പിന്നെ ഇവിടം വരെ ആയപ്പോൾ തന്നെ ഞാൻ കുറച്ച് നേരം കിടന്നു വെച്ചാൽ. പിന്നെ ഞാൻ വണ്ടി കയറിയിട്ട് വെറുതെ എന്തോന്ന് അറിയില്ല, എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ എന്തോ ആലോചിച്ചിട്ട് ഞാൻ ഒന്നും നോക്കില്ല, വണ്ടി പറപ്പിച്ചിട്ട് പാപ്പാന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ അകത്തോട്ട് ഓടി വല്ലതും കൂട്ടുവരും കിട്ടുമെന്ന്. പിന്നെ ഞാൻ നിന്ന് നോക്കുമ്പോൾ അതേ നമ്മൾ വെൻഡിങ് മെഷീനിൽ പിന്നെ ആമോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം വെൻഡിങ് മെഷീനിൽ പോയിട്ട് ഒന്നും നോക്കില്ല, കുറച്ച് പൈസയും കൊടുത്ത് ആമോ വാങ്ങിച്ചുമ്പോൾ തിരിച്ചൊന്നും വന്നു. തിരിച്ചൊന്നും ആരും വണ്ടിക്കിട്ട് എടുത്തിട്ട് പൂഷനെന്ന് പറയും അവൻ്റെ അടിച്ച് പൊട്ടിച്ച്. ഞാൻ തിരിച്ചിട്ട് നോക്കിയപ്പോൾ അവൻ്റെ വണ്ടി നിന്നപ്പോൾ പറക്കും. ഞാൻ ആ കളി കണ്ടപ്പോൾ അവൻ്റെ വണ്ടി നീലയാണ് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഫോണിൽ പോയി നമ്മൾ അതുമല്ല നമ്മളെ വണ്ടിയും മുട്ടിത്തറച്ച്. ഞാനത് കഴിച്ചു നല്ല സ്പീഡിൽ ഞാൻ ഒന്നും നോക്കി വണ്ടി പക്ഷേ നമ്മളെ കൊട്ടവണ്ടി അത്ര ഉള്ളിൽ കൊട്ടവണ്ടി കിട്ടിയെന്ന് കൊട്ടവണ്ടി ചാടിക്കാറ്. അവിടെ ഞാൻ അലവ് 3 ആണ്. ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ അലവ് തീർന്നു. അല്ലെങ്കിൽ ബായി ആയിരുന്നു എന്നെ പറഞ്ഞു. ഞാനാണെങ്കിൽ വേറെ ഞാൻ ഇങ്ങനെ പോകുമായിരുന്നു. പറഞ്ഞിടത്തിന് ഇടിച്ചൊന്ന് തെറിപ്പിച്ച് ഞാൻ ശരിക്കും അവനെ കണ്ടില്ല. പിന്നെ എനിക്ക് പിന്നെ ജയിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഡബിൾ മീറ്ററല്ലേ അവൻ കുത്തിപ്പിടിച്ച് ആ കളി കിങ് പ്ലെയറായി നമ്മൾ ജയിച്ചിരിക്കുന്നു.